ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹണി മാംഗോ ജ്യൂസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ജ്യൂസാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേനും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. മാങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര, നമ്മൾ തേൻ ഒഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. 3 സ്പൂൺ തേനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് 2 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെള്ളമല്ല, 7up ആണ്. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഇത് അടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് വീണ്ടും 7up ബാക്കി ഇരിക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 7up അടിച്ച് ഈ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ 7up ഒഴിച്ച ശേഷം ഞാൻ നല്ലതുപോലെ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാട്ടോ 7up മാംഗോയും ഹണി എല്ലാം ചേർത്ത ജ്യൂസ്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ തേനും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അടിച്ച് വെച്ചേക്കുന്ന ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ജ്യൂസ് ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം. നിങ്ങൾക്ക് ഒരുപാട് മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാതിരുന്നാൽ മതിയേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1 സ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്തു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2-3 ക്യൂബ് ഐസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണി മാംഗോ ജ്യൂസ്. 7up ഒക്കെ ഒഴിച്ചുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.